എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ LSTD AE എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എക്സ്പെക്ടഡ് മന്ത് ഓഫ് എക്സാം മാത്രമേ അറിയത്തുള്ളൂ. ആൻഡ് നമ്മൾ പലരും എങ്ങനെ പഠിച്ചു തുടങ്ങണം, എങ്ങനെ നമ്മൾ ഈ സബ്ജക്ട്സിനെ പ്ലാൻ ചെയ്യും. ബിക്കോസ് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് ടോപ്പിക്സിന് വേണ്ടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റും. ബട്ട് എന്നാലും നമുക്ക് ഒരു ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പരീക്ഷയെ നേരിട്ട് ഉയർന്ന റാങ്ക് നേടി ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി ലഭിക്കുള്ളൂ. സോ LSTD AE പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഒരിക്കലും സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് മിസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ഈ LSTD AEയുടെ ലിസ്റ്റിന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അതായത് നമുക്ക് 2011 മുന്നേയുള്ള ലിസ്റ്റ്, മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി നേടിക്കൊടുത്തിട്ടുള്ള ലിസ്റ്റാണ്. ടെക്നിക്കൽ എക്സാംസിന്റെ ചരിത്രത്തിൽ തന്നെ LSTD AE പോലെ മാസ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ലിസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ അതിനുശേഷം 2015 നടന്ന പരീക്ഷയിലെ ലിസ്റ്റില് മെയിൻ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാർക്കും ജോലി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ലിസ്റ്റില് ഏകദേശം 230-ലധികം ആൾക്കാർക്ക് ഓൾറെഡി അഡ്വൈസസ് പോയിട്ടുണ്ട്. ഇനിയും ലിസ്റ്റ് എക്സ്പയർ ആയിട്ടില്ല. ഇനിയും ഒരു 2 മാസത്തോളം ഉണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് ഇനിയും അപ്പോയിന്റ്മെന്റ് നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. അപ്പം ഒരു 2 അക്കമുള്ള റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ആദ്യത്തെ അഡ്വൈസറിൽ ജോലി ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാമ്പിൾ 90 ഡേ പ്ലാൻ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഒരു പരീക്ഷയെ എഫക്റ്റീവായി ഒരു നല്ല സ്റ്റഡി പ്ലാനോട് കൂടി നേരിടാം. നിങ്ങൾക്കറിയാം, വലിയ വലിയ ആൾക്കാരാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം ഘോരഘോരമായ സബ്ജക്ട്സും ഘോരഘോരമായ ടോപ്പിക്സും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സിനെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് കഴിയത്തില്ല. പഠിക്കുക മാത്രമല്ല, റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതും പരീക്ഷയുടെ തയ്യാറെടുപ്പിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 90 ഡേ സ്റ്റഡി പ്ലാൻ ഞാൻ എൻ്റെ ഒരു രീതിക്ക് പറഞ്ഞു തരുന്നതാണ്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റും ഉണ്ട്, പ്രോബ്ലമാറ്റിക് ആയിട്ട് കോൺസെപ്റ്റുവൽ ലെവലുള്ള സബ്ജക്റ്റും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ക്ലബ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പഠനം ബോറടിക്കാതെ ലോങ് സ്ട്രെച്ചിൽ സസ്റ്റൈനബിൾ ആയി പഠിക്കാൻ സാധിക്കുള്ളൂ. സോ ആ അത്തരത്തിലാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. സിലബസ് എടുക്കുമ്പോൾ നമ്മൾ BTech 4 വർഷം പഠിച്ച എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കേരള PSC 2020 ശേഷം AE എക്സാം ലെവലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള. നമുക്ക് ഈ വർഷവും വലിയ ചേഞ്ചസ് ഒന്നും ആ സിലബസിന് വരത്തില്ല എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ കാര്യമാക്കി മാറ്റാം. നമ്മുടെ സർവേയിൽ പഠിക്കുന്ന പോലെ തന്നെ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്, അതായത് മൊത്തത്തിലുള്ള സിലബസിനെ ചെറിയ ചെറിയ പാർട്സ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെയും പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാം, വെയിറ്റേജ് കൂടുതലുള്ള 2 ആൾക്കാരെ നമുക്ക് ആദ്യം എടുക്കാം. അതായത് 40 മാർക്കോളം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആൾക്കാരെ 40% നമ്മൾ ആദ്യം കയ്യിലെടുക്കുകയാണ്. അതായത് RCC ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്, അതിനകത്ത് തന്നെ നമുക്ക് സീലും RCC വരുന്നുണ്ടെങ്കിലും RCCക്കാണ് 17 മാർക്കോളം വെയിറ്റേജ് ആണ്. അപ്പൊ RCC ഞാൻ ആദ്യം എടുക്കുന്നു. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഇവരെ ഇത്രയും കൂടി കൂട്ടത്തിലെടുക്കും. ഇവർ രണ്ടുപേരെയും ക്ലബ് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. അപ്പൊ അതായത് മാർച്ച് 1 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ, അതായത് 2 ആഴ്ച 14 ദിവസം അല്ലെങ്കിൽ 16 ദിവസം ഒരു ഡ്യൂറേഷൻ എടുത്തിട്ട്, ലോങ് ടേം ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല, ഷോർട്ട് ടേം ആയിട്ട് ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് 2 സബ്ജക്ട്സ് ക്ലബ് ചെയ്ത് ചെയ്യാം. ഇപ്പം ഞാൻ സാമ്പിൾ ആയിട്ട് 2 സബ്ജക്ട്സ് ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ RCC എടുക്കുമ്പോൾ RCC സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒരു രീതി, അതായത് RCC എങ്ങനെ നമുക്ക് എളുപ്പമുള്ള ടോപ്പിക്കും പാടുള്ള ടോപ്പിക്കുമായി ക്ലബ് ചെയ്തെടുക്കാം നോക്കാം. അപ്പൊ RCCയിൽ ഫസ്റ്റ് പാർട്ട് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ. നിങ്ങൾക്കറിയാം, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിൽ അസംഷൻസ് തുടങ്ങി, അസംഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഏതൊരു ഡിസൈനും ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ആ ഒരു ടോപ്പിക്ക് അതായി തന്നെ ഇട്ട് പഠിക്കാം. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ അസംഷൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതിന്റെ കൺസെപ്റ്റുകൾ അവിടെ മനസ്സിലാക്കി പഠിക്കാം. ദെൻ രണ്ടാമത് ബീംസ് ഇടുക. മൂന്നാമത് സ്ലാബും സ്റ്റെയർ കേസും. സ്ലാബും സ്റ്റെയർ കേസും വളരെ 2 ചെറിയ ടോപ്പിക്കുകളാണ്, രണ്ടും ഒരുമിച്ച് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ദെൻ കോളം വാട്ടർ ടാങ്ക്. കോളവും വാട്ടർ ടാങ്കും സിമ്പിൾ ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. ഫൂട്ടിംഗ്, റീറ്റെയിനിങ് വാൾ, രണ്ടും ചെറിയ ടോപ്പിക് ആണ്. ദെൻ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് സെപ്പറേറ്റ് ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് അത്യാവശ്യം രീതിക്ക് ഇപ്പോൾ കോൺസെപ്റ്റൽ ലെവലിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് തിയറി മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകണം, കോൺസെപ്റ്റൽ ലെവൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് നോക്കണം. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് നമ്മുടെ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക്
ഒരു സാമ്പിൾ ആണ് പറയുന്നത്. എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ RCC സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒരു സാമ്പിൾ രീതിയാണ് പറഞ്ഞത്. ഈ രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനെ മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു ദിവസം നിങ്ങൾ ഇന്ന് പഠിക്കണം, മാർച്ച് 1 പഠിക്കുമെന്ന് വിചാരിക്കുക. പഠിക്കുന്ന ദിവസം ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് മാത്രം പഠിച്ചു തീരാനായിട്ടാണെങ്കിൽ നമുക്ക് ചിലർക്ക് ഒരു ഹാഫ് ഡേ വേണ്ടി വരും, ചിലർക്ക് 1-2 മണിക്കൂർ മതി. പക്ഷേ അവിടെ ലിമിറ്റ് സ്റ്റേറ്റ് പഠിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ സമയം കളയാനില്ല. അപ്പൊ ദിവസം നമ്മളൊരു മിനിമം 6 മണിക്കൂറെങ്കിലും ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മിനിമം ആണ് 6 മുതൽ 7 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 4 മുതൽ 6 മണിക്കൂർ എന്ന സ്പാനെങ്കിലും നിങ്ങൾ കരുതിയിരിക്കണം. 4 മുതൽ 6 പിടിച്ചാൽ മതി. അപ്പം മിനിമം ഒരു 4 മാക്സിമം 6 മണിക്കൂറും നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാത്രമായി ഡിവോട്ട് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. അത് നിങ്ങളുടെ വർക്കിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഇനി ഒരു ഫുൾ ടൈം ജോബിൽ നിൽക്കുന്ന ഒരാളാണ്, ഓൾറെഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്തു, കോൺസെപ്റ്റ് ഒക്കെ അറിയാവുന്ന ആളാണെങ്കിൽ ഈ 4 മണിക്കൂർ എന്ന് പറയുന്നത് പക്ക നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് അതുപോലെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. ഓക്കെ, ഇനി അതല്ല കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട ആളാണെങ്കിൽ 4 മണിക്കൂറിന്റെ കൂടെ അഡീഷണലി 1-2 മണിക്കൂർ ഡിവോട്ട് ചെയ്യണം. ബിക്കോസ് നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ല. അതാണ് അതിന്റെ ഒരു ലോജിക്ക് പറയുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ വെയർ യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ ബേസ് ഓഫ് നോളജ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റഡി അവേഴ്സ് ഫോർമുലേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറഞ്ഞ പോലെ 6 മണിക്കൂർ പഠിക്കുന്ന രീതിയിൽ ഒരു 90 ദിവസം നമ്മൾ പ്ലാൻ ചെയ്താൽ എങ്ങനെ പോകുമെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം ഒരു സ്ലോട്ട് എടുക്കുകയാണ്. ഞാൻ കറക്റ്റ് 6 മണിക്കൂർ സ്ലോട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ 6 മണിക്കൂർ നിങ്ങൾക്ക് ഒരുമിച്ചോ സ്പ്ലിറ്റ് ചെയ്തോ രാവിലെ രാത്രിയായിട്ടോ രാവിലെ ഉച്ച രാത്രിയായിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ ആദ്യം ഞാൻ RCCയുടെ ലിമിറ്റ് സ്റ്റേറ്റ് ബേസിക്സ് പഠിക്കണം. 2 മണിക്കൂർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ ആവശ്യമില്ല. 1 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുന്നവരുണ്ടാവും. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞ് ഇതിന്റെ കൂടെ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഏത് ടോപ്പിക് വേണേലും നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് കൊണ്ടുപോകാം. ഇവിടെ ഞാൻ ഒരു ബിഗിനർ എങ്ങനെ പഠിക്കണം എന്ന രീതിയിൽ ഇട്ടത് കൊണ്ടാണ് 2 മണിക്കൂർ അലോക്കേറ്റ് ചെയ്ത് ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വേറൊരു സബ്ജക്റ്റ് ക്ലബ് ചെയ്യാതിട്ട്. അപ്പൊ നിങ്ങൾ 2 മണിക്കൂറിന് മുന്നേ പഠിച്ചു തരുന്ന ആൾക്കാരായിരിക്കും മെജോറിറ്റി ഈ വീഡിയോ കാണുന്ന ആൾക്കാർ. അവർക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിലോ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലോ ക്വാണ്ടിറ്റി ടെക്നോളജിയിലോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിലോ ഏതെങ്കിലും ടോപ്പിക് ഇതിന്റെ കൂടെ ക്ലബ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഒരു നോളജ് അനുസരിച്ച് നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് കൊടുക്കാം. ഞാൻ രണ്ടാമത്തെ സ്ലോട്ടിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ടിമ്പർ ഞാൻ മാൻഡേറ്ററി അല്ല പറയുന്നത്, ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഇടുന്നു. ഇനി അടുത്ത 1 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ടുള്ളത് മുന്നേ പഠിച്ച RCC ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ബിഫോർ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് ഈ 1 മണിക്കൂർ, അതായത് 60 മിനിറ്റ് ചോദ്യങ്ങൾ ചെയ്യുന്നു. 60 മിനിറ്റിൽ 60 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്. ഇനി അതല്ല, 60 മിനിറ്റിൽ 30 ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് 60 ചോദ്യങ്ങൾ എന്ന രീതിയിലെങ്കിലും മിനിമം എത്തിയിരിക്കണം, മിനിമം. ഓക്കെ, ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മൾ RCCയിലെ റിവിഷൻ അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ നോട്ടിലും ക്ലാസ്സിലും കാണാത്ത അഡീഷണൽ ടോപ്പിക്സോ അഡീഷണൽ പോയിന്റ്സോ ക്വസ്റ്റ്യൻസോ നമുക്ക് അവിടെ കിട്ടും. അത് എഴുതി വെച്ച് അതും എക്സ്ട്രാ പോയിന്റ്സും പഠിച്ചതും വീണ്ടും റിവൈസ് ചെയ്യാണ് അടുത്ത മണിക്കൂർ ചെയ്യേണ്ടത്. അതിന്റെ കൂടെ തന്നെ ഇവിടെ പഠിച്ച ടിമ്പർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പഠിച്ച ആളെയും റിവൈസ് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ഈ സ്ലോട്ട് 4 നിങ്ങൾ ചെയ്യാം. അതിനുശേഷം അടുത്ത സ്ലോട്ട് 5 അടുത്ത സബ്ജക്റ്റ് എടുക്കാം, പിന്നെ അടുത്ത ടോപ്പിക് എടുക്കാം. അതിന്റെ കൂടെ RCCയിൽ ഏതെങ്കിലും കോളമോ ഏതെങ്കിലും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അവസാന മണിക്കൂർ, ഉറങ്ങുന്നതിന് അവസാന മണിക്കൂർ മുന്നിൽ നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഫോക്കസിങ് ഓൺ ബിൽഡിംഗ് മെറ്റീരിയൽസ്. കാര്യം എന്തുകൊണ്ട് കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കാൻ. അപ്പൊ ഇതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ദെൻ ക്വാണ്ടിറ്റി ടെക്നോളജി ദെൻ നമ്മുടെ RCC ഇതെല്ലാം കൂടെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അതായത് ഒരു കോൺസെപ്ച്വൽ ലെവൽ ചോദ്യവും ഒരു സബ്ജക്റ്റും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റും അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനാണ്. ഇനി സർവേയിങ് എടുക്കുമ്പോഴത്തേക്ക് സോയിൽ മെക്കാനിക്സും സർവേയിങ് നിങ്ങൾക്ക് ക്ലബ് ചെയ്തെടുക്കാം. സോയിൽ മെക്കാനിക്സ് കുറച്ച് കോൺസെപ്റ്റ് വേണ്ടുന്നതാണ് ആൻഡ് വാസ്റ്റ് ആണ്. സർവേയിങ് എന്ന് പറയുന്നത് എളുപ്പമാണ്. അപ്പൊ സോയിൽ മെക്കാനിക്സ് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ 1, 2, 3, 4, 5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ മെക്കാനിക്സിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കണം. സോയിൽ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പം ബേസിക് പ്രോപ്പർട്ടീസ് അതിന്റെ പ്രോബ്ലം തന്നെ ചെയ്യാൻ ഒത്തിരി ഉണ്ട്. പിന്നെ നിങ്ങൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു, സോയിൽ ക്ലാസിഫിക്കേഷൻ എടുക്കുന്നു, പെർമിയബിലിറ്റി എടുക്കുന്നു, അതുപോലെ തന്നെ കോമ്പാക്ഷൻ, കൺസോൾട്ടേഷൻ, ഷിയർ സ്ട്രെങ്ത്, എർത്ത് പ്രഷർ, വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ 9 ടോപ്പിക്ക് GT1 തന്നെ കിട്ടി. പിന്നെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ, അതിനുശേഷം ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്,
അങ്ങനെയെല്ലാം നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തൊരു 10-11 ടോപ്പിക്സ് എന്തായാലും ജിയോ ടെക്നിക്കലി വരും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം ബേസിക് പ്രോപ്പർട്ടീസ് സോയിൽ അറിയാവുന്ന ഒരാളാണ്, ഓൾറെഡി പഠിച്ച് ഫോർമുലാസ് എല്ലാം കാണാതെ അറിയാം, പ്രോബ്ലം ചെയ്യാൻ അറിയാമെങ്കിൽ അതിൻ്റെ കൂടി ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഒരുമിച്ച് ഇടാൻ വേണമെങ്കിൽ സോയിൽ ക്ലാസിഫിക്കേഷൻ ഒരുമിച്ച് ഒറ്റ ടോപ്പിക് ആയിട്ട് ഇടാം. അപ്പൊ അത് നിങ്ങളുടെ നോളജ് അനുസരിച്ച് നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ദെൻ ഇപ്പം നമ്മൾ സർവേയിങ് എടുക്കുവാണെങ്കിൽ നമുക്ക് സർവേയിങ്ങിന് സ്കെയില്, അക്യുറസി, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, എറർ ഇത്രയും ഒരു ടോപ്പിക് ആയിട്ട് ഇടാം. കാര്യം ഇതൊന്നും വലിയ കാര്യങ്ങൾ പറയുന്നില്ല, വലിയ ലോജിക്ക് വേണ്ട, വലിയ ഫോർമുലാസ് വേണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആംഗുലർ മെഷർമെന്റ്സും തിയോഡലൈറ്റും എളുപ്പമാണ്, അതിടാം. ലെവലിംഗ്, കോണ്ടൂറിംഗ്, കർവ്സ്, ഏരിയ ആൻഡ് വോളിയം ഇത് ഇത്ര ഒരുമിച്ച് പഠിക്കാം. ദെൻ ട്രയാങ്കുലേഷൻ, ട്രാവേഴ്സിംഗ്, പ്ലെയിൻ ടേബിൾ ഇത് ഇത്ര ഒരുമിച്ച് പഠിക്കാം. ദെൻ തിയറി ഓഫ് എറേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് സർവേയിങ് സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ജിയോ ടെക്നിക്. അപ്പൊ ആ ഒരു പോസിബിൾ കോമ്പിനേഷൻസ് ആണ് പറയുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് പ്ലസ് നമ്മുടെ RCC, അതുപോലെ തന്നെ സർവേയിങ് പ്ലസ് ജിയോ ടെക്നിക്കൽ. ഇങ്ങനെ നിങ്ങൾ എളുപ്പമുള്ളതും പാടുള്ളതുമായ സബ്ജക്ട്സ് നിങ്ങൾക്ക് ക്ലബ് ചെയ്തു. പിന്നെ എൻവയോൺമെന്റിൽ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ എളുപ്പമുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആണ് ഇടാം. അതുപോലെ നിങ്ങൾക്ക് സബ്ജക്ട് ക്ലബ് ചെയ്ത് 90 ദിവസം പഠിക്കാൻ നോക്കുക. ആൻഡ് ഈ 90 ദിവസം പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് പഠിക്കണം, റിവിഷന് സമയം കണ്ടെത്തണം, ക്വസ്റ്റ്യൻസ് ചെയ്യാനും സമയം കണ്ടെത്തണം. ഇതിൽ നിങ്ങൾക്ക് വീക്ക്, ഇപ്പം നിങ്ങൾ ജിയോ ടെക്നിക്കലും സർവേയിങ് എടുക്കുമ്പോൾ സർവേയിങ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്, ജിയോ ടെക്നിക്കൽ വീക്ക് ആണെങ്കിൽ റിവിഷന്റെ സമയത്തും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആർക്കാണ്? ജിയോ ടെക്നിക്കൽ. അപ്പൊ ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എൻട്രിയിൽ ഒരു പുതിയ, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം കുറച്ചിട്ട് ഒരു സൂപ്പർ 60 എന്ന് പറയുന്ന ഒരു ബാച്ച് തുടങ്ങാണ്. അതായത് 60 സ്റ്റുഡൻസിന് എന്റെ സ്പെഷ്യൽ ഗൈഡൻസിന് എങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ എഫക്റ്റീവായി സ്റ്റഡി പ്ലാനോട് കൂടി എക്സാമിന് നേരിടാം എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ അങ്ങനെ എക്സാമിന് ക്രാക്ക് ചെയ്ത് 2 ഡിജിറ്റ് റാങ്ക് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാണ്. സോ നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണേ, താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ആവശ്യമായുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.